ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വേനൽക്കാലത്ത് നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് കേട്ടോ ഇപ്പോഴൊക്കെ വേനൽ ചൂടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കുന്ന ഒരു ഡ്രിങ്ക് റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ വിശപ്പും ദാഹവും ഒരുപോലെ അകറ്റാൻ പറ്റുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് തണ്ണിമത്തങ്ങയാണ് കേട്ടോ. അത് കഴിക്കുകയാണെങ്കിൽ വയറും നിറയും മനസ്സും നിറയും അതുപോലെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈസി ആയിട്ടുള്ള 2 മെത്തേഡ് തണ്ണിമത്തങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാകുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കാരണം നമ്മളത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചൊക്കെ അളവൊക്കെ എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ തണ്ണിമത്തങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, അതിൻ്റെ കുരു പരമാവധി നമ്മൾ കളയണം. അപ്പം ഞാൻ എടുത്ത തണ്ണിമത്തങ്ങയിൽ അത്യാവശ്യം നന്നായിട്ട് കുരുവുള്ള മത്തങ്ങയാണ് കേട്ടോ. മധുരമുണ്ട്, അതേപോലെ തന്നെ കളറും ഉണ്ട്, നല്ല കുരുവുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും കുരുവൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇവിടെ കുറച്ച് തണ്ണിമത്തങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് റെഡിയാക്കി വെച്ച തണ്ണിമത്തങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഈ പാല് ഞാൻ തിളപ്പിച്ചങ്ങാണ്ട് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉള്ള പാലാണ്. അപ്പോൾ തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം, അതല്ലെങ്കിലും നമുക്ക് തണുപ്പില്ലാതെ ഉപയോഗിക്കാം കേട്ടോ. തിളപ്പിച്ചാറിയതിന് ശേഷം അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം പാക്കറ്റ് പാൽ എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഒരുപാട് ഐസ്ക്രീം ഒന്നും വേണ്ട, കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐസ്ക്രീം ഇല്ലെങ്കിലും ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ എപ്പോഴും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്ന സാധനം അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പകരം നമുക്ക് കട്ടപ്പാൽ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിതിൽ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. കുറഞ്ഞ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെറിയ മിൽക്ക് മെയ്ഡൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. നമുക്ക് നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. അങ്ങനെ അതേ കുറച്ച് മിൽക്ക് മെയ്ഡ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണിൽ 2-3 സ്പൂണാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ തണ്ണിമത്തങ്ങയുടെ ഈ മിക്സ് നമുക്കിത് ഒരു ചെരുവത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് കസ്കസാണ്. അപ്പോൾ അതൊന്ന് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതൊന്ന് കുതിരാനായിട്ട് വെക്കണം. 2-3 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. നമുക്കിതിലേക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ഞാനൊരു 1-1.25 സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തങ്ങാണ്ട് അതൊന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് മത്തങ്ങയും കൂടെ വേണം കേട്ടോ. നമുക്കൊന്ന് ജ്യൂസ് അടിക്കാതെ ഒന്ന് ഉടച്ച് ചേർക്കാനായിട്ട്, ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച്
തണ്ണിമത്തങ്ങ കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ഈ മത്തങ്ങയിലാണെങ്കിൽ നമുക്ക് കുരുവൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കുരുകളൊക്കെ കളഞ്ഞിരിക്കുക. ഇഷ്ടം പോലെ കുരു ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാം പറ്റുന്ന അത്രയൊക്കെ കളഞ്ഞു. എന്നാലും 1-2 കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുരുവൊക്കെ കളഞ്ഞങ്ങാണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത ഈ ഒരു തണ്ണിമത്തങ്ങ നമുക്കിനി ഒരു തവി വെച്ചങ്ങാണ്ട് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടാൻ പാകത്തിന് ഇതേപോലെ ഉടച്ചെടുക്കണം. ഞാൻ ഇതൊന്ന് ശരിക്കും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചേക്കണം ഈ ജ്യൂസിലേക്ക് നമുക്കിതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ചെറിയൊരു കഷ്ണങ്ങൾ കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ജ്യൂസിൻ്റെ റെസിപ്പിയിൽ 2 ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇന്ന്. അതിൽ ആദ്യത്തെ റെസിപ്പി ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ഞാൻ കസ്കസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടും ഞാൻ ചേർത്ത് കൊടുക്കണില്ല. പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കസ്കസും കൂടെ ചേർത്തങ്ങാണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് മധുരമൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കാം കേട്ടോ. ഞാൻ മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തോണ്ട് എനിക്ക് മധുരമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഇനി നമുക്കിതെങ്ങനെ സെർവ് ചെയ്യണമെന്നും കൂടെ നോക്കിയാലോ. ഞാൻ ആ മത്തങ്ങ മുറിക്കുന്ന സമയത്ത് പകുതി മുറിച്ച് കഴിഞ്ഞിട്ട് ഇത് അകത്തുള്ള കാമ്പുമൊക്കെ ഒരു സ്പൂൺ വെച്ചെങ്ങാണ്ട് കോരി മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്ക വീഡിയോയിലും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ രസത്തിന് വേണ്ടി കണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തണ്ണിമത്തങ്ങ വെച്ചിട്ട് 2 റെസിപ്പി ഉള്ളത്. ഇതിൽ ആദ്യത്തെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തണ്ണിമത്തങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തണ്ണിമത്തങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം.
അങ്ങനെ അത് തണ്ണിമത്തങ്ങ ഞാനിവിടെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയതായിട്ട് മുറിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കട്ടപ്പാലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പാല് ശരിക്കും അങ്ങോട്ട് കട്ടയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് പൊട്ടിച്ച് കട്ടയാവാത്ത ആ പാല്, തണുത്തിരിക്കുന്ന ആ പാല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ കട്ട മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ഇവിടെ അങ്ങനെ എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പൊടി ചേർത്ത് കൊടുക്കണം. അതില്ലാത്തവർക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3-4 ഈത്തപ്പഴം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവും കൂടെ കളഞ്ഞങ്ങാണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് കഴിക്കാനുള്ള ഗ്ലാസ്സിലേക്ക് ഞാനിതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വാനിലയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഐസ്ക്രീം ആണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തണ്ണിമത്തങ്ങ വെച്ചിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ 2 റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നണം കേട്ടോ. നല്ല കൂളായിട്ടുള്ള നല്ല ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.